ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാസ് എന്ന ഒരു ടാസ്ക് ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ്. ടാസ്ക് ബേസ്ഡ് ആപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് മാസം അല്ലെങ്കിൽ 4 മാസം റണ്ണാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ID ഒന്നും ഇതിൽ ഇല്ല. ID ഒന്നും ചെയ്യില്ല. ഇതിൽ ഡെയിലി വീഡിയോ വാച്ച് ചെയ്യേണ്ടി വരും. ഇതിൽ വീഡിയോ കൊടുത്തിരിക്കുക, അത് വാച്ച് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുക. ഈ ആപ്പ് ലോഞ്ച് ചെയ്ത് ഒരു മാസത്തോളമായി, ഏകദേശം ഒരു മാസത്തോളമായി. ഇനി ഒരു 3-4 മാസത്തോളം ഇത് റണ്ണാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് ഒരു മാസത്തിൽ കിട്ടും. പിന്നീട് ഈ ആപ്പ് ക്ലോസ് ആകുന്നവരേക്കും കിട്ടുന്നതെല്ലാം നമുക്ക് പ്രോഫിറ്റാണ്. ഇനി നമുക്കിതിലെ പ്ലാനുകളെല്ലാം ചെക്ക് ചെയ്യാം. VIP എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിലെ ഓരോ പ്ലാനുകളും നോക്കാൻ പറ്റും. ആദ്യം ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീ ആയിട്ട് നമുക്ക് 5 ദിവസത്തേക്ക് 50 രൂപ വെച്ചിട്ട് കിട്ടും. പക്ഷേ അത് ഫ്രീ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അടുത്ത ലെവൽ VIP 1 എന്ന ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. 2200 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് 250 രൂപ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഈ പ്ലാനിൽ 10 രൂപ വെച്ചിട്ട് നമുക്ക് 5 ടാസ്ക് നോക്കേണ്ടി വരും, 5 വീഡിയോ നോക്കേണ്ടി വരും. 50 രൂപ ദിവസത്തിൽ 50 രൂപ വെച്ചിട്ട് 5 ദിവസം. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാന് 2200 രൂപ. ഇതിൽ 6 വീഡിയോ നമ്മൾ കാണണം. 6 വീഡിയോ കണ്ടാൽ ഓരോ വീഡിയോയ്ക്കും 12 രൂപ വെച്ചിട്ട് ദിവസത്തിൽ 72 രൂപ കിട്ടും. 2200 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 72 രൂപ വെച്ചിട്ട് കിട്ടും. പിന്നെ 6600 രൂപയാണ് അടുത്ത പ്ലാന്. അതിൽ 12 വീഡിയോ നമ്മൾ കാണേണ്ടി വരും. 12 വീഡിയോയിൽ ഓരോ വീഡിയോയ്ക്കും 18 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും. പിന്നീടുള്ളത് 13600 രൂപ പ്ലാനാണ്. അതിൽ 18 വീഡിയോ നമ്മൾ കാണാം. ഓരോ വീഡിയോയിലും 25 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും. ബാക്കിയുള്ള പ്ലാനുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ 3 പ്ലാൻ മാത്രമേ സ്റ്റാർട്ട് ചെയ്ത് 2200 രൂപ, 6600 രൂപ, 13600 രൂപ എന്നീ ലെവൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ നമ്മൾക്ക് ഈ 3 പ്ലാനിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒന്നുകിൽ 2200 രൂപ, 6600 രൂപ, 13600 രൂപ. ഇതിലേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ബാക്കിയുള്ളത് വന്നാലും ഓപ്പൺ ചെയ്താലും അതിലൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട. ഇതാണ് ടാസ്ക് ഹാള്. ഇതിലാണ് നമ്മൾ ടാസ്ക് നോക്കേണ്ടത്. ഇതിൽ ടുഡേയ്സ് റിമൈനിങ് ടാസ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഓപ്പൺ ആകും. വീഡിയോ പ്ലേ ചെയ്യാം. വീഡിയോ പ്ലേ ചെയ്ത് ഒരു 12 സെക്കൻഡ് മാത്രമേ ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ വാച്ച് ചെയ്യാം. വീഡിയോ കംപ്ലീറ്റ് ആയാൽ ഇവിടെ സബ്മിറ്റ് ടാസ്ക് എന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആകും. ഇതിൽ നെക്സ്റ്റ് ടാസ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ടാസ്ക് നമുക്ക് ടാസ്ക് ഹാളിൽ നിന്നും അടുത്ത വീഡിയോ ഓപ്പൺ ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോ നമ്മൾ കാണുക. അങ്ങനെ 6 വീഡിയോവും കാണണം. ഞാൻ 2200 രൂപയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് 6 ടാസ്ക്കാണ് എനിക്കുള്ളത്. ഈ ആപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കമ്പൽസറി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം ലിങ്ക് ചോദിക്കുക. പിന്നെ ഈ ആപ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റഡ് ടാസ്കിൽ 6 എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ 6 ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ മൈ പേജ് ഓപ്പൺ ചെയ്താൽ ഇതിൽ ടുഡേ ഏണിങ്സ്, ഇന്നത്തെ ഏണിങ്സ്, പിന്നെ ഇന്നലത്തെ ഏണിങ്സ്, നമ്മൾ ടോട്ടൽ എത്ര ബാലൻസ് ഉണ്ട് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 280 രൂപയായാൽ വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റും.
റീചാർജ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റീചാർജ് ചെയ്യാൻ പറ്റും. ഇതിൽ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യണം. എത്ര രൂപയ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യണം. 2200 രൂപ ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കാരണം എനിക്കിനി 6600 രൂപ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2200 രൂപ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 6600 രൂപ ടൈപ്പ് ചെയ്ത് ഇതിലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിൽ UPI ട്രാൻസാക്ഷൻ നമ്പർ എന്ന സ്ഥലത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. UPI പിൻ നമ്പർ. എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്ത ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളിവിടെ ഫയൽ ചൂസ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കണം. ഇങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത്. ഇതിൽ വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഈ ആപ്പിൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക.